നമുക്കൊപ്പം ഇപ്പോൾ ജിതിൻ ചേരുന്നുണ്ട്. ജിതിൻ ഒരു ലോറി ഡ്രൈവറാണ്. അവിടെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് നിന്നാണ് ജിതിൻ റിപ്പോർട്ടറിനൊപ്പം തത്സമയം ചേരുന്നത്. ജിതിൻ, എന്നെ കേൾക്കാമെങ്കിൽ എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് അവിടെ തുടരുന്നത്? ജിതിൻ, പ്രവർത്തനം നടക്കുന്നത് വെച്ചാല് MLA ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞ പ്രകാരം ഇപ്പൊ നേവി വന്നിട്ട് ഇവിടെ വണ്ടി പുഴയിലില്ലാന്ന് ഏകദേശം ഉറപ്പ് വരുത്തി, ഏകദേശം 100% ഉറപ്പ് വരുത്തിയിട്ട് അവരെ തെരച്ചിൽ നിർത്തിയിട്ടുണ്ട്. ഒരു ഞങ്ങൾ മിനിഞ്ഞാന്ന് പറഞ്ഞ പ്രകാരം GPS ലൊക്കേഷനിലേക്കാണ് ഇപ്പം മണ്ണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അതിനിടെ ചെറിയൊരു ലാൻഡ് സ്ലൈഡിങ് ഇപ്പോൾ വശത്തുണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പം. ഇതിനപ്പോൾ വീണ്ടും അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായെന്നാണോ ആ ഭാഗത്ത് തന്നെ? മലയിൽ അവിടെ നിന്ന് ഇടിഞ്ഞു വരുന്നത്. അപ്പൊ എല്ലാവരും പേടിച്ച് അവിടെ നിന്ന് കൂടെ പോകുന്നതാ, പോലീസുകാർ എല്ലാവരും കൂടെ പോകുന്നത് ഇപ്പോൾ അവിടെ. പക്ഷെ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്, അവിടെ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. ജിതിൻ, മതിയായ സംവിധാനങ്ങൾ ഉണ്ടോ? മതിയായ ഈ മണ്ണ് നീക്കുന്നതിനുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ ഉണ്ടോ? മതിയായ സംവിധാനങ്ങൾ ഇവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ അല്ലാതെ വേറൊരു സംവിധാനം ഇവിടെ ഇല്ല. നോക്കൂ, ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നെല്ലാം ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അർജുന് വേണ്ടിയിട്ട്. അപ്പോൾ ഊർജിതമായ ഇടപെടൽ നടത്താമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു എങ്കിൽ പോലും അവിടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണോ? ഇവിടെ ആ രീതിയിലുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം ഒന്നും ഇവിടെ നടക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാത കൂടിയാണ്. അപ്പോൾ അതുവഴിയുള്ള ഗതാഗതം ഉൾപ്പെടെ മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. ആ വിധത്തിൽ ആ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പോലും കർണാടക സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണോ? അതായിരുന്നു ഇവരെ മെയിൻ കോൺസെൻട്രേഷൻ. ഇന്ന് രാവിലെ മുതൽ ഈ പ്രഷർ കാരണമാണ് ഇപ്പോഴെങ്കിലും നമ്മുടെ ഇവിടെ പോലീസുകാരെങ്കിലും നല്ല രീതിയിൽ സൗമ്യമായിട്ട് പെരുമാറാനെങ്കിലും തുടങ്ങിയത്. ഇന്ന് രാവിലെ മുതൽ ആ പ്രഷർ കാരണമാണ്. നമ്മുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ ഒരു പ്രഷർ കൊണ്ടാണ് ഇങ്ങനെ സാധിച്ചത്. ഇന്ന് ഇവിടേക്ക് എൻട്രി തന്നെ കിട്ടിയത് കാരണം ഞങ്ങൾ അപ്പുറവശമായിരുന്നു. ഇന്ന് ഇപ്പൊ ഈ അങ്കോള സൈഡിലേക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല ഇന്നലെ മിനിഞ്ഞാന്നൊന്നും. ജിതിൻ, എന്താണ് അവിടെ നിന്ന് കാണുമ്പോൾ എത്രത്തോളം മണ്ണിനി മാറ്റാനുണ്ട് എന്നാണ് ജിതിന് മനസ്സിലാകുന്നത്? അവിടെയുള്ള ഒരു ഈ മണ്ണ് ഇപ്പോൾ കൂടിക്കിടക്കുന്ന ഭാഗത്തെ ഒരു സാഹചര്യം എന്താണ് ജിതിൻ? ഇന്ന് എന്തായാലും നല്ല രീതിയിലുള്ള മണ്ണ്, അതായത് നമുക്കറിയാമല്ലോ, ഒരു ലോറിയുടെ ഹൈറ്റിൽ ലോറിയും ഞങ്ങൾ ഇപ്പൊ അവിടെ മണ്ണെടുത്തിട്ട് ഒരു ടിപ്പറിലേക്ക് ഇടുന്നുണ്ടല്ലോ. ആ ടിപ്പറിന്റെ ഒരു കാൽഭാഗം കൂടി മണ്ണ് മുകളിൽ നിൽക്കുന്നുണ്ട്. അത്രയും ഹൈറ്റിൽ ഇനി മണ്ണ് എടുക്കാനുണ്ട് അവിടെ. അപ്പൊ അതിന്റെ അടിയിലാണ് ഈ ലോറി കിടക്കുന്നത്. അപ്പം നമ്മുടെ മരവും ലോറിയൊക്കെ ആ മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് 100% ഉറപ്പ്. ഈ സ്കൂബ ടീം, നേവിയുടെ സ്കൂബ ടീം പൂർണ്ണമായും തെരച്ചിൽ നിർത്തി, പുഴയിലില്ല എന്ന് മനസ്സിലാക്കി. നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ രണ്ടാമതൊന്നും അല്ലല്ല, അവരെ എക്യുപ്മെന്റ്സ് എല്ലാം കരയിലേക്ക് കയറ്റാണ് ഇപ്പോൾ. ഓക്കെ, ഒരു കാര്യം കൂടി ജിതിൻ, നേരത്തെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായി എന്ന് പറഞ്ഞു, അത് ആ ഭാഗത്ത് തന്നെയാണോ? അതായത് അർജുന്റെ ലോറി കുടുങ്ങിയതായി നമ്മൾ കരുതുന്ന ഭാഗത്ത് തന്നെയാണോ? അതിന് ഞങ്ങൾ അവിടെ സ്പോട്ടിലപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എല്ലാവരും ഒന്ന് ഓടി ഇപ്പുറത്തേക്ക് മാറിയതാ. ഓക്കെ, ഒരു കാര്യം കൂടി ജിതിൻ, ഈ തിരച്ചിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ GPS സിഗ്നൽ ലഭിച്ച ഭാഗത്ത് നിന്നാണോ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്? ഉപയോഗിച്ചൊരു പരിശോധന ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടില്ല, ഇതുവരെ ഉണ്ടായില്ല. ഈ രണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രമാണ് അവിടെ ഈ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എത്ര യന്ത്രങ്ങളുണ്ട് അവിടെ? 4 യന്ത്രങ്ങളുണ്ട് ഇപ്പം. ഈ വശം 4, അപ്പുറവശം 3, മൊത്തത്തിൽ 7 എണ്ണം ഇപ്പം നടക്കുന്നുണ്ട്. അപ്പൊ 7 മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യജീവന് വേണ്ടി അല്ലെങ്കിൽ പല മനുഷ്യ ജീവനുകൾക്ക് വേണ്ടി അവിടെ തിരച്ചിൽ നടത്തുന്നത്. ഇപ്പൊ നമ്മുടെ അർജുന്റെ അടുത്തേക്ക് വണ്ടി എന്ന് പറഞ്ഞത് അത് ഞങ്ങൾ വന്നതിന് ശേഷം MLA സംസാരിച്ചപ്പോൾ ഒരു ഹിറ്റാച്ചി അങ്ങോട്ട് മാറ്റി. ആ മണ്ണ് കിടക്കുന്നിടത്തിൽ ഒരു ഹിറ്റാച്ചിയാണ് ഇപ്പം നടക്കുന്നത്. ബാക്കിയെല്ലാം റോഡ് ക്ലിയർ ആക്കുന്ന പണിയിൽ തന്നെ. ജിതിന്, ഒരു കാര്യം കൂടി, അവിടെ റെഡ് അലേർട്ട് ആണ് ഇന്നും നാളെയും ഉള്ളത്. ഇപ്പോൾ നിലവിൽ എന്താണ് സാഹചര്യം? നല്ല ശക്തമായ മഴയുണ്ടോ അവിടെ? നല്ല മഴ തന്നെ. ഇപ്പം ഒരു അരമണിക്കൂറായിട്ട് ഒരു കുറവുണ്ട്. അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാനുള്ള, ഈ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്നു എന്നതിനപ്പുറത്തേക്കുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനത്തെ ഇപ്പം ഇവിടേക്ക് എത്തിപ്പെടാൻ അത്ര വലിയ പ്രയാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു മധ്യഭാഗത്ത് മാത്രമേ മണ്ണ് കിടക്കുന്നതുകൊണ്ട് അപ്പുറവശം എത്താൻ വേറൊരു ചെറിയ റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ കാർ പോകുന്ന റൂട്ടാണ്. നമ്മൾ അതുകൂടെ പോകും.
അതായത് ആവശ്യമെങ്കിൽ ഇപ്പോൾ നിലവിൽ 7 മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ജിതിൻ പറയുന്നുണ്ട്. വേണമെങ്കിൽ ആവശ്യത്തിലധികം മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും എത്തിക്കാവുന്നതേ ഉള്ളൂ സർക്കാരിന്. ഷുവറായിട്ട് എത്തിക്കാൻ പറ്റും. ഇതിന്റെ ഒരു ഡബിൾ ആയിട്ട് പണി നടക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് ഒരു 3 മണ്ണുമാന്തിയെങ്കിലും ആ വണ്ടി നിൽക്കുന്ന സ്പോട്ടിലേക്ക് എത്തിയാണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് അവനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. അതായത് കൃത്യമായ ഇടപെടലിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നാണ് ജിതിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. 2 ദിവസം മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആ ടവർ ലൈൻ ഉൾപ്പെടെ താഴേക്ക് പതിക്കുകയാണ്, മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ്. ജിതിൻ എത്രത്തോളം ഭീകരമാണ് എന്നുള്ള ആ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിതിന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഒരു സുഹൃത്ത് അർജുൻ ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഉള്ളത്. GPS സിഗ്നൽ ലഭിച്ചതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. അവിടെ എത്രത്തോളം ആളുകൾ നിങ്ങൾ അവിടെ ഉണ്ട് അർജുനുമായി ബന്ധപ്പെട്ട്? അവന്റെ വണ്ടിയുടെ ഓണറായിട്ടുള്ള 2 ആൾക്കാർ 2-3 പേരുണ്ട്. പിന്നെ ഞങ്ങൾ റിലേറ്റീവായിട്ട് ഞാൻ, അർജുന്റെ അനിയൻ, അർജുന്റെ ഒരു കസിനും ഉണ്ട്, അർജുന്റെ ഒരു ഫ്രണ്ട്, വേറൊരു ഡ്രൈവറുണ്ട്. ഞങ്ങള് 5 പേര് മിനിഞ്ഞാന്ന് മുതലേ ഇവിടെ ഉണ്ട്. ഓക്കെ, കാര്യമായ രീതിയിലുള്ള ഇടപെടൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജിതിൻ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. നന്ദി ജിതിൻ.